വരാതിരിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തെ അവന് സ്വാധീനിക്കുവാതിരിക്കുവാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തെ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ചേരുക. അതാണ് പൗലോസ്ലീഹ പറഞ്ഞേക്കുന്നത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങൾ. അതാണ് കഴിഞ്ഞ പ്രാവശ്യം സ്നാനത്തെ പറ്റി പറഞ്ഞത്. 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവയെ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും, നോക്കിക്കേ, ആകാശത്തിലെ അധികാരത്തിലും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെ അനുസരിച്ചു നടന്നു. ഇപ്പൊ വചനം പറഞ്ഞു നോക്കിക്കേ, മുമ്പേ നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതി, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ ലോകത്തിനൊരു കാലഗതി ഉണ്ടായിരുന്നു. മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെ നിങ്ങൾ അനുസരിച്ച് നടന്നു. അങ്ങനെ നടന്ന സമയത്ത് തിരുവചനത്തിൽ പറയുന്നു, ഞാനൊന്നും ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യുവാണേ. ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിൽ അനുസരണക്കേടിന്റെ മക്കൾ. അപ്പൊ നോക്കിക്കേ, മുമ്പേ ഒരു വാക്ക് കൊണ്ടോ, നിങ്ങൾ മുമ്പേ എന്നൊരു വാക്ക് കണ്ടോ? മുമ്പേ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ. എൻ്റെ കൂടെ പറഞ്ഞ്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഒരു കാലം എനിക്ക് ഉണ്ടായിരുന്നു പറഞ്ഞ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ എനിക്കൊരു കാലം ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ എനിക്കൊരു കാലമുണ്ടായിരുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ബൈബിൾ പറഞ്ഞു, അതിനുശേഷം നമുക്കൊരു കാലമുണ്ട്. 2 കാലമാണ്. ഒന്ന്, മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതി. അപ്പൊ മുമ്പേ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ പാപസംബന്ധമായിട്ട് മരിക്കുന്നത്? വിശുദ്ധ സ്നാനത്തിലൂടെ, പദ്ധതിയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പാപത്തിൽ നിന്നും മരിച്ചവരായി തീർന്നിരിക്കുന്നു. അപ്പൊ വചനം പറയുന്നു, നിങ്ങൾ മുമ്പേ, അപ്പൊ മുമ്പേ ഈ ലോകത്തിന്റെ ഒരു കാലഗതിക്ക് അനുസരിച്ചാണ് നമ്മൾ പൊക്കോണ്ടിരുന്നത്. അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോ ബൈബിൾ പറയുന്നു, ആകാശത്തിന്റെ അധികാരം. നോക്കിക്കേ, ആകാശത്തിൽ ഒരു അധികാരമുണ്ട്. നമുക്കറിയാം, വീണ് പോയ സാത്താന്റെ ദൂതന്മാര് വസിച്ചിരിക്കുന്നത് ആകാശത്തിൽ. അധികാരം എന്ന് പറഞ്ഞാൽ സ്വർഗത്തെ പറ്റിയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആകാശ മണ്ഡലങ്ങൾ, നക്ഷത്ര മണ്ഡലങ്ങളിൽ ഇവരെന്ത് ചെയ്തു? വസിച്ചു. അവിടെ വചനം പറയുന്നു, ആ അധികാരത്തിന്റെ കീഴെ അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്തു? പലരെയും നിയന്ത്രിക്കുന്നുണ്ട്. അങ്ങനെ നിയന്ത്രിക്കുന്ന സമയത്ത് വചനം പറയുന്നു, അനുസരണക്കേടിന്റെ മക്കൾ. അതാരാ മക്കള്? ഏദൻ തോട്ടത്തിൽ ദൈവം തിന്നരുതെന്ന് പറഞ്ഞ ആ നന്മ തിന്മകളെ പറ്റിയുള്ള വൃക്ഷത്തിന്റെ ഫലം കഴിച്ച് ആദം എന്നറിയപ്പെടുന്ന വ്യക്തിയിൽ നിന്നും ഉണ്ടായ സകല, നമ്മളെല്ലാവരെയും പറയുന്നു അനുസരണക്കേടിന്റെ മക്കൾ. അപ്പൊ ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ദൈവമല്ല, ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ആകാശത്തിലെ അധികാരങ്ങളാണ്. വചനം പറയുന്നു, ആകാശത്തിന്റെ അധികാരത്തിൽ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെ അനുസരിച്ചു നടന്നു. പിന്നെയും പറയുന്നു, നമ്മുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ, നോക്കിക്കേ, മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ജഡത്തിന് മനോവികാരങ്ങൾ ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. നോക്കിക്കുക, അപ്പൊ നമ്മളെ പറ്റി പറയുകയാണ്. നിങ്ങൾക്ക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ രക്ഷാപദ്ധതിയിലേക്ക്, നിങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അത്ഭുതമുണ്ട്. ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും, എത്ര വലിയ പ്രതികൂലം നിങ്ങൾക്കുണ്ടെങ്കിലും, യേശുവിന്റെ നാമത്തിൽ ഒരാൾ വിശ്വസിച്ചാൽ അവിടെ അത്ഭുതം ഉണ്ടായിരിക്കും. പക്ഷേ ആകാശത്തിന്റെ അധികാരങ്ങൾ, അതായത് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് പറയാൻ പറ്റും, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ, ഇങ്ങനെയുള്ള കുറേ കാറ്റഗറി ഉണ്ട്. അതായത് ലൂസിഫർ എന്ന് പറയുന്ന പിശാചിന്റെ സ്വാധീന വലയങ്ങളുണ്ട്. അവന്റെ കൂടെ ചാടിപ്പോയ കുറേ ദൂതന്മാർ. അതുകൊണ്ടാണ് രോഗാത്മാവെന്ന് ബൈബിളിൽ പറയുന്നത്. 6000 ഭൂതം ഉണ്ടായിരുന്ന ആ ഗദർദേശത്തിലെ ഭൂതം ബാധിച്ച മനുഷ്യൻ, ഊമനായ ദുരാത്മാവുള്ള മനുഷ്യൻ, ജന്മന വചനം പറഞ്ഞു കാഴ്ച ബന്ധിക്കുന്ന ദുരാത്മാവുള്ള, അപ്പൊ ഒത്തിരി ദുരാത്മാക്കളുണ്ട്. ഇവയുടെ അധികാരം എല്ലാ മനുഷ്യനെയും ഏദൻ തോട്ടത്തിൽ നിന്ന് വീണു പോയപ്പോൾ തന്നെ സ്വാധീനിക്കാൻ തുടങ്ങി. അപ്പൊ ഈ രക്ഷിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാവോ? രക്ഷിക്കപ്പെടുമ്പോൾ പിന്നെ ഇവർക്ക് നിങ്ങളുടെ മേൽ ആക്സസ് ഇല്ല. ശ്രദ്ധിച്ചു നോക്കിയേ, നിങ്ങൾ രക്ഷാ പദ്ധതിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളെ പിന്നെ ഇവന് തൊടാൻ കഴിയത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിശാചിന് എന്നെ തൊടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാട്ടെ. ആമേൻ. അപ്പോൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, യേശുക്രിസ്തുവിന്റെ രക്ഷാ പദ്ധതിയിലേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് സെക്യൂർ ആകുകയാണ്.
അവരെന്ത് ചെയ്യുന്നു? അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിലേക്ക്, റോമാ ലേഖനത്തിലേക്ക് പറഞ്ഞത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞു, നിങ്ങൾ നിൽക്കുന്ന കൃപയിലേക്ക് വിശ്വാസത്താൽ അത്രേ പ്രവേശനം ലഭിച്ചിരിക്കും. നിങ്ങളെ നിർത്തിയിരിക്കുന്ന, പൊതിഞ്ഞിരിക്കുന്ന ഒരു കൃപയുണ്ട്. ഈ കൃപയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ കൃപയ്ക്കകത്തോട്ട് ആകാശത്തിന്റെ അധികാരത്തിനോ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയ്ക്കോ പ്രവേശിക്കുവാൻ കഴിയത്തില്ല. നോക്കിക്കേ, അവിടെ വചനം പറയുന്നത് 3-ാം അധ്യായത്തിൽ, ഇവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ ജഡമോഹങ്ങളിൽ ജഡത്തിന് മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ നിങ്ങൾ കോപത്തിന്റെ മക്കൾ ആയിരുന്നു. ഓക്കെ, കോപത്തിന്റെ മക്കളായിരുന്നു. 4-ാമത്തെ വാക്യം കൊണ്ടോ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച ആ മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കിക്കേ, കൃപയാലല്ലോ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നാ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആകാശത്തിന്റെ അധികാരങ്ങൾക്ക് നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയും. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ ഇന്നലെ എടുത്തായിരുന്നു, ഈ മന്ത്രവാദ ശക്തികളൊക്കെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. അവർക്കൊരു ഒരു ദുരാത്മാവിന്റെ സഹായമുണ്ട്. ഒരാൾ മന്ത്രവാദം ചെയ്യുന്നതിന്റെ കാരണം അയാൾക്ക് ഒരു ദുരാത്മാവോ ഏതെങ്കിലും, നമ്മുടെ നാട്ടിൽ ഓരോ രാജ്യത്തും ഓരോ ഇതാണ്, സാത്താന്റെ പല രൂപങ്ങൾ, പല വേരുകൾ, ഓരോരോ അവർ ഉപയോഗിക്കുന്ന ഓരോരോ മന്ത്രശക്തികളും അവരുപയോഗിക്കുന്ന ആവിചാര ശക്തികളും, അതിൻ്റെ എല്ലാം പിന്നിലൊരു ദുരാത്മാവുണ്ട്. ഈ ദുരാത്മാവിനാൽ അതിനെ പ്രീതിപ്പെടുത്തി, അതിനെ സന്തോഷിപ്പിച്ച്, അതിലൂടെയാണ് ഇവരെല്ലാം കൂടോത്രം ചെയ്യുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇത് ഫലിക്കത്തില്ലാത്തതിന്റെ കാരണം നിങ്ങളുടെ മേലെ അവൻ ആക്സസ് ഇല്ല. ലോക മനുഷ്യനെ അവൻ എന്തുകൊണ്ടാണ് തൊടാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനുസരണക്കേടിന്റെ മക്കളാണ്. ബൈബിൾ അതാ പറയുന്നത്. 2 പത്രോസിൽ പറയുന്നത്, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാലും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ വീണ്ടും ജനിക്കണം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദീമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ എന്നാണ് ചെയ്യേണ്ടത്? അപ്പൊ യേശു പറഞ്ഞു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. നോക്കിക്കേ, അപ്പൊ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക്, വീണ്ടും ജനനം സംഭവിക്കുന്ന ഒരു വ്യക്തിക്ക് സെക്യൂർ ആകുകയാണ്. ആ വ്യക്തിയെ പറ്റിയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, അതിക്രമങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, കൃപയാലത്രേ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആമേൻ. അത് അപ്പൊ നിങ്ങൾ ചിന്തിക്കും, നിങ്ങളുടെ കുഞ്ഞു തലമുറകൾ, അത് എന്നാണ് ഞാൻ പറഞ്ഞല്ലോ, പലരുടെയും ചോദ്യം ഇതാണല്ലേ. അപ്പൊ കുഞ്ഞു തലമുറകളുടെ കാര്യം എന്തു ചെയ്യും? നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഈ രക്ഷാ പദ്ധതി എന്ന് പറയുമ്പോൾ, കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കൂ എന്ന് പറയുമ്പോൾ തന്നെ പൗലോസ് ലീഗ വീണ്ടും പറഞ്ഞുകൊണ്ട്, അവിശ്വാസിയായ ഭർത്താവിനെ നിങ്ങൾ മാനസാന്തരപ്പെടുത്താൻ പോകരുത്. വിശ്വാസിയായ ഭാര്യ നിമിത്തം എന്ത് ചെയ്തും ആ വ്യക്തി മാനസാന്തരപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരല്ലോ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ആ തലമുറ, ഈ തിന്മകളെ പറ്റി തിരിച്ചറിവില്ലാതെ വരുന്ന തലമുറകളെ അവർക്ക് എന്തുണ്ട്? ദൈവസന്നിധിയിൽ അവർക്ക് രക്ഷാപദ്ധതിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഇപ്പൊ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് തിന്മകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവർക്ക് യേശുവിനെ കർത്താവിൻ രക്ഷിതാവുമായി ഏറ്റുപറയാൻ കഴിയുന്നില്ല. അവർക്ക് എന്താണ് ലഭിക്കുന്നത്? അതുകൊണ്ടാണ് യേശു നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശിശുക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് തിന്മകളെ, നിങ്ങളിപ്പോൾ ഒരു കുഞ്ഞു കൊച്ചിനടുക്കലേക്ക് കൊണ്ട് തീയും വെള്ളവും വെച്ചാൽ അതിനോട് പറയുന്നത് തീയെ തൊടരുത്, വെള്ളം എടുത്തോളാൻ പറഞ്ഞാൽ അതിന് അറിയത്തില്ല, തിന്മകളെ അറിയത്തില്ല. നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യേശുവിലേക്ക് വരുന്ന സമയം, അതുകൊണ്ടാണ് യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റു പറയണമെന്ന് വചനം പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, അതിക്രമങ്ങളാൽ, ഇന്നിപ്പോൾ ക്വസ്റ്റ്യൻ വന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞു കേട്ടോ. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മളെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. നോക്കിക്കേ, കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആകാശത്തിന്റെ അധികാരത്തിന്റെ സ്വാധീനത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സ്പിരിറ്റ് ലോകം, ആത്മമണ്ഡലം എന്ന് പറയുന്ന പോലെ തന്നെ ഈവിൾ സ്പിരിറ്റിന്റെ ലോകമുണ്ട്. നക്ഷത്ര മണ്ഡലങ്ങൾ, നിങ്ങൾ ചിലപ്പോൾ ആളുകൾ പറയാറില്ലേ, നമ്മൾ ഈ നക്ഷത്രങ്ങളിലൊക്കെ ജീവനുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഇവർ താമസിക്കുന്നത് ഈ നക്ഷത്ര മണ്ഡലങ്ങളിലാണ്. ആകാശ മണ്ഡലങ്ങൾ, സ്വർഗത്തിലല്ല. അതാണ് സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന എന്നല്ല, സ്വർലോകത്തിൽ ദുഷ്ടാത്മസേന ഇല്ല, ആകാശ മണ്ഡലത്തെയാണ് അവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇവർ വാസം ചെയ്യുന്നു, നക്ഷത്ര മണ്ഡലങ്ങളിൽ ഇവർ വാസം ചെയ്യുന്നു. അപ്പൊ ഇവർക്ക് ആത്മാവായതുകൊണ്ട് ഇവർക്ക് സഞ്ചരിക്കുവാൻ കഴിയും, ഊടാടുവാൻ കഴിയും.
ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഊടാടി സഞ്ചരിക്കാൻ. ഇതിനെ വലിയതായിട്ട് കാണുമല്ല, രക്ഷിക്കപ്പെട്ടവന്റെ ജീവിതം എത്ര അനുഗ്രഹമാണെന്ന് പറയുകയാണ്. അപ്പൊ യേശുവിനെ കർത്താവായി, യേശുവിന്റെ നാമത്തിൽ അത്ഭുതം ആർക്കും വിശ്വസിക്കുക. നിങ്ങൾക്കിപ്പോ വിശ്വസിക്കുക, രക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു പ്രതിസന്ധിയിലൊരു വ്യക്തി കടന്നു പോവുക, ഭയങ്കര പ്രതികൂലമാണ്. ആ വ്യക്തിയോട് ആരോ പറഞ്ഞു, സഹോദര യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുക, ഇന്ന് അത്ഭുതം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത്ഭുതം ഉണ്ടാകും, പക്ഷെ സെക്യൂർ അല്ല. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2-ാം പറഞ്ഞത് മുമ്പേ. ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായി? ഇപ്പോഴല്ല, മുമ്പേ. മുമ്പേ നിങ്ങൾ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഈ ലോകത്തിന്റെ കാലഗതിക്കും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെ നിങ്ങൾ അനുസരിച്ചു. അപ്പൊ അധിപതിയായ ഒരു കാലഘട്ടമുണ്ട്. യേശു ക്രിസ്തുവിന്റെ രക്ഷാ പദ്ധതിയിലേക്ക് വരുമ്പോൾ പലരും ചോദിക്കും, ബ്രദറെ, ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും യേശു ക്രിസ്തു ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവർ ജയോത്സവം കൊണ്ടാടി എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് പിശാചിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നത്? അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിശാചിനെ തകർത്ത് അവന്റെ മേൽ ജയക്കൊടി നാട്ടി. അപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു യുദ്ധം ജയിച്ച് ആയുധം മൊത്തം ഒരു രാജാവ് പിടിച്ചെടുക്കുന്ന പോലെ അല്ല. യഥാർത്ഥത്തിൽ അവനെ നിരായുധനാക്കിയിട്ട് എന്നിട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ഇത് ഫലിക്കത്തില്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആയുധവർഗം വെപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇനി യേശുവിൽ വിശ്വസിക്കുന്നവരെ അവന് തൊടാൻ കഴിയുകയില്ല. യേശു ക്രിസ്തുവിൽ ആരാണോ വിശ്വസിക്കുന്നത് അവരെ ഇവന് സ്വാധീനിക്കുവാൻ കഴിയത്തില്ല. അപ്പൊ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇത് ചില ആൾക്കാരുടെ മേൽ എങ്ങനെയാണ് ഇത് ഫലിക്കുന്നത്, എന്തുകൊണ്ടാണ് ചില ആൾക്കാരുടെ മേൽ വിശ്വാസത്തിൽ വന്നിട്ടും പലരുടെ ജീവിതത്തിലും ഇത് നെഗറ്റീവുകൾ സംഭവിക്കുന്നതിന്റെ കാരണം എന്തോ? ഇന്നലെ ഞാൻ പറഞ്ഞു എന്തായിരുന്നു കാരണം. നോഹയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. വാതില് തുറന്നു കൊടുക്കുന്നു. വാതിലുകൾ തുറന്നു കൊടുക്കുന്നു. നോക്കിക്കേ, വാതിലുകൾ തുറന്നു കൊടുക്കുന്നതിലൂടെ ഇത് പ്രവേശിക്കുന്നു. അപ്പൊ ഒരു വിശ്വാസി ദൈവവചനത്തിന് വിരോധമായിട്ട് അവൻ രക്ഷിക്കപ്പെട്ടെങ്കിലും അവന് വചനത്തിന്റെ പരിജ്ഞാനമില്ല എങ്കിൽ അത് അവന്റെ വിശ്വാസത്തെ ബാധിക്കുകയും അവൻ എന്താണ് സംഭവിക്കുന്നത്? ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു, അവകാശി യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഗുണമൊന്നുമില്ല. മനസ്സിലായോ? നിങ്ങൾ വലിയ അവകാശിയൊക്കെ അറിയാം, പക്ഷെ നിങ്ങൾക്ക് ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ല. ഇനി നിങ്ങൾ നോക്കിയേ, 3-ാമത്തെ വാക്യം നോക്കി, എഫേസ്യർ 2:3, അവരുടെ ഇടയിൽ എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ, ജഡമോഹം കണ്ടോ? ബൈബിളിൽ വാക്കുണ്ട്, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നൊക്കെ പറഞ്ഞ വാക്കുണ്ട്. എന്താണ് ജഡമോഹം? ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നല്ലോ, ഇന്നലെ ഒരു വാക്ക് ഞാൻ പറഞ്ഞായിരുന്നു, പലരുടെയും ജീവിതത്തിൽ കടഭാരം കയറിക്കൂടാൻ കാരണം. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, നിങ്ങൾക്കൊരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് മീതെ നിങ്ങൾ ഒരിക്കലും ദൈവത്തെ കവിഞ്ഞൊന്നും ചെയ്യുവാൻ വേണ്ടി പോകരുത്. ഇപ്പൊ നമുക്ക് ഉദാഹരണം പറയാം. നിങ്ങൾക്കിപ്പം ഒരു കാര്യം, ഇപ്പം ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ എൻ്റെ ഇപ്പം എനിക്കൊരു വാഹനം ആവശ്യമുണ്ട്. ഉദാഹരണമാണ്, വാഹനം ആവശ്യമുണ്ട്, എനിക്കൊരു കപ്പാസിറ്റി ഉണ്ട്. ഒരു ഉദാഹരണം പറയാം, 10 ലക്ഷം രൂപയുടെ വാഹനം എടുക്കാൻ കപ്പാസിറ്റി ഉണ്ടെന്നിരിക്കട്ടെ. വേണമെങ്കിൽ കുറച്ചും കൂടെ ലോൺ വല്ലോ നോക്കിയാൽ, ഇനി പോട്ടെ, ലോൺ നോക്കിയാൽ കുറച്ചും കൂടെ എമൗണ്ട് എടുത്താൽ എനിക്ക് അടയ്ക്കാൻ മാനസികമായിട്ട് പറ്റും. ഉടനെ ഞാൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ദൈവകൃപ 2 കോടിയുടെ കാറുണ്ടല്ലോ, ഞാനതങ്ങ് എടുക്കാൻ വേണ്ടി പോവാം. നോക്കിക്കേ, എപ്പോഴും ഓർത്താൻ 2 കോടിയുടെ കാർ എടുത്തുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. പക്ഷെ ആ സമയത്ത് അത് ജഡത്തിന്റെ മോഹമാണോ അതോ ദൈവം ഞാൻ ഈ 2 കോടിയുടെ കാർ എടുത്താൽ എനിക്ക് ദൈവരാജ്യത്തിൽ ഇത് പ്രയോജനപ്പെടുവോ, മുന്നോട്ട് എനിക്കിത് ഗുണപ്പെടുവോ, എനിക്കിതുകൊണ്ട് നല്ലതാകുമോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അത് ജഡമോഹത്തിന്. അതുകൊണ്ടാണ് നോക്കിക്കേ, ജഡത്തിന്റെ മോഹങ്ങൾ അത് വിശ്വാസത്തിൽ വന്നാൽ പോലും നമ്മുടെ ജഡത്തിന്റെ അകത്ത് മോഹമുണ്ട്. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുവാൻ ശ്രമിക്കുന്നു. അടുത്ത വാക്യത്തിൽ പറഞ്ഞ ജഡത്തിന്റെ മനോവികാരങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം എടുക്കുമ്പോൾ ബുദ്ധി എന്നൊരു തീരുമാനം എടുക്കരുത്. ദൈവഹിതത്തെ എപ്പോഴും വിശ്വാസി അന്വേഷിക്കണം. ദൈവഹിതം നോക്കി, ഇവിടെ എല്ലാം പൗലോസ്ലീഹ ആത്മാവിൽ പറഞ്ഞ വാക്കുണ്ടോ? ജഡത്തിന്റെ മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചാടിക്കേറി ഒരു തീരുമാനം എടുക്കരുത്. ജഡത്തിന് എപ്പോഴും ഇഷ്ടം, അതിനൊരു മനോവികാരങ്ങളുണ്ട്. ചാടിക്കേറി ഒരു തീരുമാനം എടുക്കരുത്. അതിനിഷ്ടമായത് ചെയ്തതുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പൊ എവിടെയാണ് നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മനോവികാരങ്ങൾക്ക് നമ്മൾ വാശിപ്പുറത്ത് പലതും ചെയ്യുന്ന കാര്യങ്ങളുണ്ട് വിശ്വാസികൾ. എനിക്കറിയാം ഒത്തിരി പേര് വാശിപ്പുറത്ത് എന്ത് ചെയ്യും. ഞാൻ പണ്ട് എനിക്കറിയാവുന്നൊരു പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടായിരുന്നു.
അപ്പോൾ അവർ പ്രാർത്ഥന വെച്ച സമയം അതൊക്കെ തെറ്റാകട്ടെ, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ അതൊന്നും പ്രോത്സാഹിപ്പിക്കരുത്. പ്രാർത്ഥന വെക്കുന്ന സമയത്ത് മുകളിലും താഴെയും കൊണ്ടുവന്ന് പ്രാർത്ഥന വെച്ചിട്ട് ഇതിൽ ഏത് പ്രാർത്ഥനയാണ് ഏറ്റവും നല്ലതെന്ന് കാണിക്കാൻ വേണ്ടി രണ്ട് കൂട്ടരും എന്ത് ചെയ്തു, ബോക്സ് എല്ലാം എടുത്ത് പുറത്തോട്ടങ്ങ് വെച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്നാമത് ശബ്ദ കോലാഹലം നമുക്ക് കൂടുതലാണ് അല്ലേ, നമ്മൾ ഇച്ചിരി നമുക്ക് വോളിയം കൂടുതലാണ്. അങ്ങനെ ഒരു സമയത്ത് നിങ്ങൾ രണ്ട് കൂട്ടരും കൂടെ ആ ബോക്സ് എടുത്തുകൊണ്ട് പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഇതൊക്കെ ദൈവത്തിന് ഇഷ്ടമാണെന്നാ. ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് അത് പറഞ്ഞു കേട്ടോ. അപ്പം നിങ്ങൾ ഓർത്തോണം, ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഏത് കൂട്ടായ്മയിലാണ് നിൽക്കുക, അവിടെ എപ്പോഴും ഓർത്തോ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ മേലാണോ നിങ്ങൾ പണിയപ്പെടുന്നത്. അവിടെയാണ് നമുക്ക് ദൈവഹിതം മനസ്സിലാകുന്നത്. അടുത്ത വാക്യത്തിലേക്ക് പിന്നെ വരാം, ഇതിലോട്ട് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റുള്ളവരെ പോലെ നിങ്ങൾ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അടുത്ത വാക്യം പറഞ്ഞു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, ഈ വാക്ക് നോക്കിയേ, മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയെന്ന് പറഞ്ഞാൽ സൗജന്യമായി അൺമെറിറ്റബിൾ ഫേവർ മുഖാന്തരം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ രക്ഷിക്കപ്പെട്ടാൽ എന്താ പ്രത്യേകത എന്നുള്ളത് നമുക്ക് താഴേക്കൊന്ന് വായിക്കുമ്പോൾ ഒന്ന് മനസ്സിലാവും. രക്ഷിക്കപ്പെട്ടുള്ള ഗുണങ്ങൾ. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ പറയുന്നു, എട്ടാമത്തെ, കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുക, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രേ, ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അടുത്ത വാക്യം പറഞ്ഞു, നാം അവന്റെ കൈപ്പടിയായി സൽപ്രവൃത്തിക്കായിട്ട് യേശുക്രിസ്തുവിന് സൃഷ്ടിക്കപ്പെട്ടതാകുന്നു, നാം ചെയ്തു പോരേണ്ട ദൈവം നമ്മെ മുന്നൊരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ഇവിടെ നോക്കി, അപ്പൊ വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ആകാശത്തിന്റെ അധികാരം ഒന്ന് പറയാം. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എവിടെയാണോ ഡോറ് തുറന്നു കൊടുക്കാതെ, ഇന്നലെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അതിലേക്ക് ഞാൻ ആഴത്തിലേക്കൊന്നും പോണില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചോണം, നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട വ്യക്തി ആരാന്നുള്ള എപ്പോഴും അറിവിൽ വേണം. എൻ്റെ ജീവിതം എന്തായി തീരും. നിങ്ങൾ നോക്കി, ഇവിടെ ആ വാക്യം കൊണ്ട് ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ചാണ് മനുഷ്യൻ പൊക്കോണ്ടിരിക്കുന്നത്. നോക്കി, അതുകൊണ്ടോ ഇവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതി, അപ്പൊ ലോകം എന്തു പറയുന്നു അതേപോലെ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ. പക്ഷെ നമ്മൾ ഇതിനെ ലഘൂകരിച്ചല്ല. നമ്മൾ പലപ്പോഴും ഈ ഒരു വചനം ലോകമെന്ന് കേൾക്കുമ്പോൾ ഉടനെ പറഞ്ഞതെന്നറിയോ, നമ്മൾ പലപ്പോഴും പാട്ട് കേട്ടിട്ടില്ലേ, ലോകം എനിക്ക് വേണ്ട, ലോകത്തിന്റെ ഇമ്പം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ നമ്മുടെ ചിന്തയിൽ എന്നാ വരുന്നത് വെച്ചാൽ പാട്ടുകാരൻ ഉദ്ദേശിച്ചല്ല നമ്മുടെ മനസ്സിൽ കയറുന്നത്. നമ്മുടെ മനസ്സിലേക്ക് ലോകം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എനിക്ക് നല്ലൊരു വീട് വേണ്ട, നല്ല കുടുംബജീവിതം വേണ്ട, നല്ല സമാധാനം വേണ്ട, നല്ല ശമ്പളം വേണ്ട, നല്ല അനുഗ്രഹിക്കപ്പെട്ട ജീവിതം വേണ്ട. ഇതൊക്കെ ആണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ലോകം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ കാലഗതിയാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ലോകത്തിന്റെ ഒരു സിസ്റ്റം. എന്താ ലോകത്തിന്റെ സിസ്റ്റം? ആകാശത്തിന്റെ അധികാരത്തിന്റെ കീഴിൽ കിടക്കുന്ന ജീവിതം. എന്തൊരവസ്ഥയല്ലേ! സാത്താനെ സ്വാധീനിക്കാൻ പറ്റുന്ന ജീവിതം, ആഭിചാരക്കാരനും മന്ത്രവാദിക്കും നിങ്ങളെ തകർക്കാൻ പറ്റുന്ന ജീവിതം, പിശാചിന് ഏത് നിമിഷവും നിങ്ങളെ അറക്കാനും മുടിക്കാനും മോട്ടിക്കാനും വരാൻ പറ്റുന്ന ജീവിതം. ഇതാണ് ഈ ലോകത്തോട് അനുരൂപരാകരുതെന്ന് പറയുന്നത്. അപ്പൊ ലോകം എന്ന് പറയാൻ ഒരു കാലഗതിയുള്ളതാണ് ലോകം. ഇതിനൊരു സിസ്റ്റമുണ്ട്. ഇതിനോട് നിങ്ങൾ അനുരൂപരാകരുത്. നമുക്കൊരു ലോകമുണ്ട്, ദൈവരാജ്യം. അപ്പൊ ദൈവരാജ്യത്തിലുള്ളവരെ പോലെ നാം ജീവിക്കണം. ഈ ലോകത്തിലുള്ളവൻ മദ്യപാനം വെറുക്കത്തും ലോകത്തിന്റെ പാപത്തിന്റെ മോഹത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അവരെ പോലെ അനുരൂപരാകാതെ, കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടിയാണ്. ഞാൻ യേശുവിൻ്റെ സാക്ഷിയാണ്. ഞാൻ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ്. ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാണെന്നുള്ള ബോധ്യം നിങ്ങളുടെ ഉള്ളത്തിൽ എപ്പോഴും വേണം. അപ്പൊ നോക്കിയേ, അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെ അനുസരിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ നിങ്ങൾ ഇനി അതിനെ അനുസരിക്കണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, പിശാചിന് ഇടം കൊടുക്കരുത്, വാതിൽ തുറക്കരുത്. എല്ലാ ദിവസവും പറഞ്ഞോണം. നിങ്ങൾ വാക്തത്വങ്ങൾ വിളിച്ചു പറഞ്ഞോണം. അത് നിങ്ങൾ മുടങ്ങാതെ അനുദിനം നിങ്ങൾ വാക്തത്വങ്ങളെ പറയുന്നവരാകണം. നിങ്ങളെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതികളെ നിങ്ങൾ പറയണം. ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് എനിക്കറിയാം. എല്ലാ ദിവസവും എണീക്കുമ്പോൾ എന്ത് പാടല്ല ബ്രദറെ എന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതികളെ പറയുക എന്ന്. നമുക്കറിയാം, നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അസംബ്ലിയുടെ സമയത്ത് സ്കൂളിൽ അവരെന്ത് ചെയ്യും, ടീച്ചേഴ്സും എല്ലാം കൂടെ കൂടി സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മളെ കൊണ്ട് പ്രതിജ്ഞ ചൊല്ലിപ്പിക്കും അല്ലേ. ആ പ്രതിജ്ഞ ചൊല്ലിയിട്ടാണ് നമ്മൾ ക്ലാസ് റൂമിലേക്ക് പോകുന്നത്. എല്ലാ ദിവസവും ടീച്ചർമാരത് ചെയ്യും. എന്തിനാ അത് എല്ലാ ദിവസവും ചെയ്യുന്നത്? നമുക്കറിയാമല്ലോ പ്രതിജ്ഞ, നമുക്ക് കാണാപ്പാടം അറിയാമല്ലോ.
നമുക്ക് ആ പ്രതിജ്ഞ പിന്നെ എന്തിനാണ് പ്രത്യേകിച്ച് പ്രതിജ്ഞ നമ്മൾ ചൊല്ലുന്നതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് രാജ്യത്താണോ ആയിരിക്കുന്നത് ആ രാജ്യത്തിൻ്റെ സിസ്റ്റത്തെയാണ് നാം എന്ത് ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത് അല്ലേ? എല്ലാ ദിവസവും അസംബിൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. അത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഏത് ക്ലൈമറ്റിലാണെങ്കിലും എന്തേലും സംവിധാനം ചെയ്ത് നമ്മൾ ദിവസവും അത് ചെയ്യുന്നതിൻ്റെ കാരണം നമ്മളായിരിക്കുന്ന സിസ്റ്റത്തെ പ്രൊക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കത് അറിയാം, കാണാപ്പാടമൊക്കെ അറിയാം. അത് പ്രൊക്ലെയിം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് പതിയുകയാണ്. ഇതേപോലെ നിങ്ങൾ വചനം ഏറ്റുപറയുമ്പോൾ നിങ്ങൾ ആരാന്നുള്ള ബോധം, രണ്ട് ഗുണങ്ങളാണ് കിട്ടുന്നത്. ഒന്ന്, നിങ്ങൾ ആരാന്നുള്ള ബോധം നിങ്ങൾക്ക് ലഭിക്കുകയും രണ്ട്, ആകാശത്തിൻ്റെ അധികാരത്തിന് നിങ്ങളെ തൊടാൻ കഴിയാതെ വണ്ണം വചനം കൊണ്ട് നിങ്ങൾക്ക് വേലി കെട്ടുവാനും കഴിയും. ആമേൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മൾ ഈ എഫേസ്യ ലേഖനം കൂടുതൽ പഠിക്കുമ്പം ഈ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും, നിങ്ങളിപ്പം പലരും എന്നോട് പറയും, ബ്രദറെ ഈ ബിസിനസ് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്, ബ്രദറെ എൻ്റെ അയൽപക്കത്തുള്ള ബിസിനസ്സുകാർ അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ അവരെനിക്ക് ഭയങ്കര വിരോധം, എനിക്കിട്ട് എന്തോ ചെയ്തു. ഇനി പറയരുത്. അവരെന്തോ ചെയ്തത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാത്തത് നിങ്ങൾ പറഞ്ഞുമ്പോൾ ആ വാക്കിലൂടെ അവന് പ്രവേശിക്കുവാൻ കഴിയും. വളരെ സൂക്ഷിക്കണം. ആ ഒരു വാക്ക് അവന് കയറുവാനൊരു സ്വാധീനമാണ്. പറയണം, അവൻ നീ എന്നാ ചെയ്താലും ഞാൻ ഇവിടെ ഇരുന്നു, ഇനി മരുഭൂമിയിൽ കൊണ്ടിട്ടാലും ഞാൻ ഫലം കായ്ക്കും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, മരുഭൂമിയിൽ കൊണ്ടിട്ടാലും ഞാൻ ഫലം കായ്ക്കുമെന്ന് പറ. മരുഭൂമിയിൽ കൊണ്ടിട്ടാലും ഞാൻ ഫലം പ്രാപിക്കും. ആമേൻ. അപ്പൊ നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്തിനാണെന്നറിയാവോ? നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യം പറഞ്ഞു, ഞാൻ ഈ ലോകത്തിന്റെ കാലഗതിക്കകത്തുള്ളവനല്ല, എന്നെ സ്വാധീനിക്കുവാൻ കഴിയത്തില്ല, അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ദുരാത്മകൾക്ക് എന്നെ തൊടാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരണം. നമ്മുടെ വിശ്വാസം എങ്ങനെ പ്രവർത്തിക്കുന്നറിയാവോ? നിങ്ങളുടെ അകത്തുണ്ടാകുന്ന ബോധ്യമാണ്. നിങ്ങളിപ്പോൾ എന്തുകൊണ്ടാണ് രോഗം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നത്? ആ ബോധ്യം നിങ്ങളുടെ അകത്തോട്ട് വന്നു. എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം വരുമ്പോൾ യേശുവിൻ്റെ നാമം പറയുന്നത്? ആ ബോധ്യം നിങ്ങൾക്ക് വന്നു. കേട്ട് നിങ്ങൾക്ക് ആ ബോധ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് പലപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, നിങ്ങൾ പ്രഖ്യാപിക്കുവാൻ തുടങ്ങി, നിങ്ങൾ ആ നന്മയിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങളെ തന്നെ ഒരുക്കുന്നവരായി നിങ്ങൾ മാറുവാൻ തുടങ്ങി. ആമേൻ. ഇതേപോലെ തന്നെ വിശ്വാസ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന് വലിയ പ്രവൃത്തികളെ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കും. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ നമുക്ക് ദൈവത്തെ വാഴ്ത്താം. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. എൻ്റെ കൂടെ ഇത് വിശ്വസിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചാട്ടെ. യേശുവേ നന്ദി കർത്താവ്. വചനങ്ങളെ പ്രഖ്യാപിക്കുവാൻ ആരംഭിച്ചാട്ടെ. യേശുവേ, ഞാൻ ആരാന്നുള്ള ബോധ്യത്തിലേക്ക് എന്നെ നടത്തുവാൻ തക്കവണ്ണം ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കുന്ന വൻകൃപയ്ക്ക് നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച്, നിങ്ങൾക്ക് ഈ ലോകത്തിലെ രോഗത്തിനെ ജയിക്കുവാൻ ശക്തിയുണ്ട്. നിങ്ങൾക്ക് കർത്താവിൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്, ആരോഗ്യമുണ്ട്, ബലമുണ്ട്, വിടുതലുണ്ട്, അത്ഭുതമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്ന് ഞാൻ കൽപ്പിക്കുന്നപ്പ, അസാധാരണമായ പ്രവൃത്തികൾ ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. അസാധാരണമായ ദൈവപ്രവൃത്തികൾ അവരുടെ ശരീരത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. അസാധാരണമായ ദൈവപ്രവൃത്തികൾ അവരുടെ എല്ലാ മേഖലയിലും സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ. Thank you, Holy Spirit. Thank you, Holy Spirit. In the name of Jesus Christ. In the name of Jesus Christ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു പേര് കർത്താവ് എന്നെ ഇങ്ങനെ വെളിപ്പെടുത്തുവാണ്. ഒരു സാബു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, ജോൺ എന്ന് പറയുന്ന ഒരു പേരും കൂടെ കർത്താവ് എന്നെ വെളിപ്പെടുത്തുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവാത്മാവെ അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് സ്പർശിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ നന്ദി കർത്താവേ. അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ഈ സമയത്ത് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി എന്ന് അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെ ഭവനത്തെ
കർത്താവ് ഇന്ന് തൊടുന്നാട്ടുണ്ട് ഉള്ളത്തിൽ പറയുക. ഇന്ന് ആ ഭവനത്തിൽ ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്തിരിക്കുന്നതിന് ശേഷം ദൈവിക ആലോചന ഇടപെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്താൽ മതി. സൂമിലാണെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്ന കർത്താവിൻ്റെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലപ്പ. ഞാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് തൈൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേര്, അത് അതിൻ്റെ മുമ്പിൽ എന്തോ കൂടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ തൈൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേര് കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനത്തിൻ്റെ മേൽ ഞാൻ അതിൻ്റെ ആ വീട്ടുപേരിങ്ങനെ ഒരു കയറി വരുന്നിടത്ത് തന്നെ നമ്മുടെ ആ കയറി വരുന്ന ഭിത്തിയെ തന്നെ ഒരു ബ്ലാക്ക് കളറിൽ അതിങ്ങനെ സ്റ്റിക്കർ ചെയ്ത് ബ്ലാക്കിൻ്റെ അകത്ത് ഗോൾഡൻ കളറിൽ ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ ഒരു ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുന്നതായിട്ട് പറയുന്ന എല്ലാവിധമാകുന്ന തകർച്ചകളെയും കർത്താവ് ഇന്ന് മാറ്റി ദൈവസാക്ഷ്യമായി കർത്താവെ അങ്ങ് പ്രവർത്തിക്കുന്നല്ലോ. നന്ദി യേശുവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. നന്മയായി കർത്താവെ അങ്ങ് മാറ്റുന്നല്ലോ. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് ഓരോ വ്യക്തികളുടെ മേൽ ഇന്ന് കർത്താവ് അങ്ങ് ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഈ സമയത്ത് ഈ ശരീരത്തിൻ്റെ മേലെ കൈകളുടെ ഈ ഇടത് കയ്യേൽ ഞാൻ കാണുന്നത് അതിൻ്റെ ജോയിൻറ്റിനകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് മേൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് ഭയങ്കര വേദന, എന്നാൽ രോഗശക്തി ഇപ്പോൾ തന്നെ വേദന ഉൾപ്പെടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സുമി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുക. ആ സുമിക്ക് ഒരു ആങ്ങളെയും കൂടെയുണ്ട്. ഈ രണ്ടു പേരെയും ചേർത്ത് ദൈവാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ അത്ഭുതകരമായ പ്രവൃത്തികളോടെ ഉണ്ടായി വരട്ടെ. സകല വിഷയങ്ങളുടെ മേൽ ജയത്തെ കൽപ്പിക്കുന്നപ്പ കർത്താവെ അങ്ങ് തൊടുന്നല്ലോ അപ്പ, അങ്ങ് അവരെ വിടിവിക്കുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. സകല പ്രതികൂലങ്ങളും നീങ്ങട്ടെ, സകല പ്രതിസന്ധികളും മാറട്ടെ. കർത്താവെ അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. വലിയ ദൈവപ്രവൃത്തികൾ ഓരോ വ്യക്തികളുടെയും ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്ത് കൈവച്ച് എന്നിട്ട് പറഞ്ഞ കർത്താവായ യേശുവിൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതാ. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു, അത്ഭുതം വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ തന്നെ രോഗബന്ധനങ്ങൾ ശരീരം വിട്ട് അഴിഞ്ഞു മാറുന്നു. രോഗശക്തികൾ ഇപ്പോൾ തന്നെ അഴിഞ്ഞു മാറുന്നു. ദൈവാത്മാവ് സഹായിക്കുന്നല്ലോ, ദൈവാത്മാവ് ഞങ്ങളെ വിടിവിക്കുന്നല്ലോ. അത്ഭുതങ്ങളുടെ ദൈവമേ, അത്ഭുതങ്ങളുടെ ദൈവമേ, എല്ലാ മേഖലയുടെ മേൽ അങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. ഞാൻ എൻ്റെ ഉള്ളത്തിൽ ഒരു സെബി എന്ന് പറഞ്ഞൊരു പേര് കർത്താൻ കഴിയുന്നത്. സെബി, SEBY, സെബി എന്നൊരു പേര് കർത്താവിനെ കാണിക്കുക. ആ വ്യക്തിക്ക് വേണ്ടി സെബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളം കർത്താവ് പറയുന്നു. ആ മകനെ വിടിവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ മകൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. അപ്പോൾ ഓരോ വ്യക്തികളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവാത്മാവെ അങ്ങ് സഹായിക്കുന്നല്ലോ, അങ്ങ് വിടിവിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ, അങ്ങ് സഹായിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ. സകലത്തെയും അങ്ങ് സൂക്ഷിക്കുന്നല്ലോ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങയുടെ വലിയ കൃപയ്ക്ക് സ്തുതിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു പെട്ടെന്ന് ഉള്ളത്തിൽ പറയാം. ആലീസ് എന്ന് പറയുന്ന അത് ഒരു ടീച്ചറാണ്. ആലീസ് എന്ന് പറയുന്ന ഒരു ടീച്ചറിൻ്റെ ഭവനത്തിൽ ആലീസിൻ്റെ തലമുറയിനെ ദൈവം തൊടുന്നു എന്ന് പറയുന്നു. ആലീസ് ഒരു ടീച്ചറായിരുന്നു. ടീച്ചറുടെ മോളെ ഞാൻ കാണുന്നത്. ആ തലമുറയെ ദൈവം തൊടുന്നതായിട്ട് പറയുന്നു. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വലിയ പ്രവൃത്തി ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഒരു മുരളി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും ഒരു സ്ഥലം മേടിച്ച്, അങ്ങനെ കുടുംബത്തെ കർത്താവിനെ കാണിക്കും. മുരളി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നിന്നും ഒരു സ്ഥലം മേടിച്ചു. ആ സ്ഥലത്ത് നിങ്ങളിപ്പോൾ ഭവനമൊക്കെ വെച്ച് താമസിക്കുന്നുണ്ടെങ്കിലും ആ സ്ഥലം മേടിച്ച നിമിഷം മുതൽ ഈ ഒരു സമയം വരെയും ആ ഭവനം പണി പൂർത്തിയാക്കിയത് വലിയ വെല്ലുവിളികളോടെ കടന്നു പോയിട്ടാണ്. എന്നാൽ ആ കുടുംബത്തെ ദൈവം ഇന്ന്
ശക്തമാക്കുവാൻ സഹായിക്കുന്നു. ആ വസ്തുവിൻ്റെ മേലുള്ള സകല സ്വാധീനങ്ങളെയും ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. നന്മയായി തീരട്ടെ, സാക്ഷ്യമായി മാറട്ടെ, അനുഗ്രഹമായി മാറട്ടെ. ഓരോ വ്യക്തികളെയും ഇന്ന് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ എൻ്റെ ദൈവം സൂക്ഷിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ദൈവാത്മാവ് സഹായിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ അന്ന് തൊടുന്ന കൃപയ്ക്ക് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് രോഗികളായി പറയുന്നത് ചെക്ക് ചെയ്ത് ആ വേദന രോഗവും കർത്താവ് അവിടുന്ന് മാറ്റിയിരിക്കുന്നു, അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നു. നമുക്കിന്ന് സാക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞ നാളെ നമ്മുടെ പ്രാർത്ഥന സൂമിൽ ഇന്ത്യൻ സമയം 4 മണിക്കാണ്. അത് ഞാൻ ലിങ്ക് ഗ്രൂപ്പിലോട്ട് വരും. നമ്മുടെ നാളെ നമുക്ക് ഈ സമയത്തല്ല, ഇന്ത്യൻ സമയം 4 മണിക്കാണ്. അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിട്ടേക്കാം. സൺഡേ ആയതുകൊണ്ടാണ്, ഇവിടെ സൺഡേ മോർണിംഗ് പ്രെയർ ആയതുകൊണ്ടാണ് അവിടെ ടൈം വ്യത്യാസം വരുന്നത്. അപ്പം നാളെ ഈ സമയത്തല്ല പ്രാർത്ഥന, നാളെ മാത്രം, ഞായറാഴ്ച മാത്രം 4 മണിക്കാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർക്ക്, ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ, സൂമിലുണ്ടെങ്കിൽ പറയാം. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ, സാക്ഷ്യമായി മാറട്ടെ. ഓരോ വ്യക്തികളും അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവുണ്ടാകട്ടെ. എല്ലാ മേഖലയിലും ഫലം കായ്ക്കട്ടെ, നന്മ നിറയട്ടെ. വായ്പ മേടിക്കത്തില്ല കേട്ടോ, വാരി വിതറി കൊടുക്കും. ദൈവരാജ്യത്തിന് വേണ്ടി വിതച്ചവർ നന്മയായി തീരും. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഒരാലോചന പറഞ്ഞല്ലോ കേട്ടില്ല സിസ്റ്ററെ? സാബുവിന്റെ ഇപ്പൊ ഒരു ആലോചന പറഞ്ഞിരുന്നല്ലോ സാബു എന്ന്. ആ. അപ്പം സാബു എന്റെ ഏറ്റവും ഇളയ ബ്രദറാണ്, ഏറ്റവും ഇളയ ആങ്ങളെയാണ്. എന്റെ ഫാദറിന്റെ പേരാണ് ജോൺ എന്ന്. ജോൺ, ആ കുടുംബമായിട്ട് എടുത്ത സിസ്റ്റർ വലിയൊരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകട്ടോ. അതുപോലെ ബ്രദർ ഇന്നലെയും പറഞ്ഞിരുന്നു സാബു സ്പ്രേ പെയിന്റിംഗ് എന്നും എറണാകുളം എന്നും പറഞ്ഞിരുന്നു. ആങ്ങളെ ഈ ആങ്ങളെയാണ് സ്പ്രേ പെയിന്റിംഗ് ആണ് വർദ്ധിച്ചിട്ടുള്ളത്. എറണാകുളത്ത് എന്റെ 3ാമത്തെ ആങ്ങളെ എറണാകുളത്താണ്. അപ്പം അതും ഏറ്റെടുത്ത് മഹത്വപ്പെടുത്തുന്നു. ആമേൻ. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ ആലോചനയും വീണ്ടും ദൈവം ഉറപ്പിക്കുവാണത്. ഏറ്റെടുത്തോളം ദൈവം അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. എന്തോ സാബുവിനെ തന്നെ ബ്രദർ ഒരു 5-6 മാസത്തിന് മുമ്പേ പറഞ്ഞിരുന്നു, വലിയൊരു ദൈവപ്രവൃത്തി സാബുവിന്റെ ഭവനത്തിൽ വരുന്നുണ്ട്, അവിടെയുള്ള തടസ്സത്തെ എല്ലാം നീക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ബ്രദർ പറഞ്ഞൊരു 2 മാസം കഴിഞ്ഞപ്പം അവർ തൊട്ടടുത്ത് പ്രശ്നമുള്ള സ്ഥലമായിരുന്നു, അത് അവര് വിലയ്ക്ക് വാങ്ങി 8 സെന്റ് സ്ഥലം തൊട്ടടുത്ത് തന്നെ. ആ സ്ഥലം വലിയൊരു ദൈവപ്രവൃത്തിയും അത്ഭുതമായിരുന്നു. ഞാൻ അവിടെ അത് പറഞ്ഞു, ഇങ്ങനെ ബ്രദർ പറഞ്ഞിരുന്നു എന്ന്. ഒരു വിശ്വസിച്ചാലും ഇല്ലേലും ഞാനത് പറഞ്ഞു. അപ്പൊ അങ്ങനെയും ദൈവം അത്ഭുതം ചെയ്തു. അവർക്ക് പ്രശ്നമായിരുന്ന സ്ഥലമായിരുന്നു അത്. അതെ, ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട്. അവരുടെ അടുത്തുള്ളവര് അവരെ ആവശ്യമില്ലാതൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അവര് ക്ഷമിച്ചൊക്കെ പോവുകയാണ്. അവിടെ പറ, കർത്താവ് ഇനിയും നിങ്ങളെ സാക്ഷ്യവാക്കും, ദൈവം ഇടപെട്ടതാണ്, വലിയ അത്ഭുതമാക്കി ദൈവം മാറ്റുമെന്ന് പറഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലെസ് യു. അതുപോലെ എന്റെ അച്ഛന്റെ പേരാണ് കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി എന്ന് പറയാൻ എന്റെ അച്ഛനാണ്. സ്വോത്ര ഏറ്റെടുത്തുകൊണ്ട് ആ ഭവനത്തിന്റെ മേൽ, ആ സ്ഥലത്തിന്റെ മേൽ കർത്താവിനെ ഒരു വാഗ്ദത്ത സ്ഥലം ദൈവം ഒരുക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു കേട്ടോ. ഏറ്റെടുത്തോണം. കൃഷ്ണൻകുട്ടിയുടെ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ഞാൻ ആലീസ് വർഗീസ്. ഇന്നലെ കേക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഞാൻ ആലീസ് വർഗീസ്. ഇന്നലെ പ്രാർത്ഥിച്ചു ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരാഴ്ചയായി പിന്നെ ശരീരത്തിലെ അലർജി മൂലം ചൊറിച്ചിലുണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ശരീരത്തിൽ ഒരാഴ്ചയായിട്ട് ആ ചൊറിച്ചിലുണ്ടായിരുന്നു. അപ്പൊ എന്താന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു. അപ്പൊ അത് അലർജി മൂലമാണെന്നുള്ള ദേവദാസൻ ഇന്നലെ അത് പറഞ്ഞപ്പോ, പക്ഷെ അതിന് ശേഷം എനിക്ക് ഇന്ന് വരെ ഈ നേരം വരെ ചൊറിച്ചില്ല ഇല്ല. നന്ദി. അവര് പറഞ്ഞു കേട്ടല്ലോ, അലർജി സംബന്ധമായ രോഗമായിരുന്നു. അത് പറഞ്ഞ് ഏറ്റെടുത്ത നിമിഷം മുതൽ, ആ നിമിഷം മുതൽ ഇപ്പൊ ഒരു കുഴപ്പമില്ല. കർത്താവ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. അതുപോലെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്റെ ആ വസ്തു ഇതുവരെയും വിൽക്കാൻ സാധിച്ചിട്ടില്ല. ആ വിഷയം ഓർത്ത് ഇപ്പൊ എനിക്കൊന്ന് പ്രാർത്ഥിച്ച് എന്നെ ഒന്ന് സഹായിക്കണം. തീർച്ചയായിട്ടും ഞാൻ ഇന്നാള് പറഞ്ഞായിരുന്നു, അതിൻ്റെ അത് കർത്താവ് സമയത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. തക്ക സമയത്തൊരുങ്ങും, ഭാരപ്പെടേണ്ട. ആ വിഷയം ഞാൻ അത്ഭുതം ഞാനൊന്ന് പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ അതിൻ്റെ മേൽ 3 പ്രാവശ്യം ഇതേപോലെ പ്രാർത്ഥിച്ചതാണ്. അതുകൊണ്ട് ഇനി അത് വിശ്വസിച്ചാൽ മതി, കർത്താവ് അതിൻ്റെ മേൽ സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു.
ബ്രദറെ മറ്റാരെങ്കിലും ബ്രദറെ കേൾക്കാമോ ബ്രദറെ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു, കേൾക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇപ്പൊ സുമി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ആലോചന പറഞ്ഞായിരുന്നു. അവർക്ക് ബ്രദറും ഉണ്ട്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി എത്തിപ്പെടാൻ പോകുന്നു പറഞ്ഞു. അത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന എന്റെ മക്കളാണ്. കേൾക്കാമോ അതെ, ബ്രദറെ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ. അത് ഏറ്റെടുത്തു. കർത്താവ് ആ വിഷയത്തിന്റെ മേൽ സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ആലോചന വരുമ്പോൾ നോട്ട് ചെയ്ത് വെച്ചോണം. പറഞ്ഞു. ബ്രദറെ എന്തോ എന്തോ ബ്രദറെ എന്റെ പേര് തോമസ് സാമുവൽ എന്നാണ്. തോമസ് സാമുവൽ എന്നാണ് എന്റെ പേര്. ഹലോ, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ടോ ബ്രദറെ? കേൾക്കുന്നുണ്ട്, എന്റെ പേര് തോമസ് സാമുവൽ എന്നാണ്. എന്റെ പൾസ് റേറ്റിംഗ് കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം എറണാകുളം പോയിരുന്നു. എറണാകുളം അമൃതയിൽ പോയി അവിടുന്ന് കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഒരു ഷോക്കൊക്കെ തന്നു. എന്നിട്ടും അത് ക്ലിയർ ആയില്ല. ഒരു വാക്ക് പ്രാർത്ഥിക്കണം. ഞാൻ ഏറ്റെടുത്തോളാം. അതിനു വേണ്ടി വിളിക്കുന്ന. ആമേൻ. ബ്രദറെ ധൈര്യമായിട്ടിരിക്കുക. അത് പ്രാർത്ഥിച്ചു നമ്മൾ കഴിഞ്ഞു. ഇനി ബ്രദർ ഇത്രയും ചെയ്താൽ മതി. കർത്താവെ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ റിസൾട്ട് എനിക്ക് അത്ഭുതം കാണുന്നു തന്നെ പറഞ്ഞു. അത് വലിയൊരു സാക്ഷ്യമായിട്ട് തമ്പുരാൻ മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ഹലോ ബ്രദറെ, പറഞ്ഞു 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 ബ്രദറെ ഞാൻ മിൻജോസ് ആണേ. ആ മീറ്റിംഗിന്റെ സമയത്ത് ഒരു രോഗമുള്ള മിനിറ്റ്, ഈ ഭാഗത്ത് അനാവശ്യമായിട്ട് രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ ബ്രദർ പറഞ്ഞു. എനിക്ക് 8 വർഷമായിട്ട് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കരം വെച്ച് പ്രാർത്ഥിച്ചാൽ എനിക്ക് പൂർണ്ണ സൗഖ്യം കർത്താവ് തന്നു. ഓ സിസ്റ്റർ, എങ്ങനെ സിസ്റ്റർ അത് മനസ്സിലായത് മാറിയെന്നുള്ളത്? ഈ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും എനിക്ക് ഗ്യാസ് ആയിട്ട് വയറിങ്ങനെ വീർത്ത് വരുവാന്ന്. ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല വയറ്റിൽ. ഓ, ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത്. 8 വർഷമായിട്ട് ഭക്ഷണം കഴിച്ചാൽ വയറ് വീർത്തൊരു ഗ്യാസിന്റെ ബുദ്ധിമുട്ട് 8 വർഷം അങ്ങനെ ആയിരുന്നു. എന്നാൽ ഇന്നലെ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവ് തൊട്ടു. ഇപ്പൊ സിസ്റ്റർ ബുദ്ധിമുട്ടില്ല ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലേ? ഒരു ബുദ്ധിമുട്ടില്ല ബ്രദറെ, ഇന്നോട്ട് ഒരു ബുദ്ധിമുട്ടില്ല. ആമേൻ. യേശു എന്ന ഇത് നാട്ടിൽ വരുമ്പോൾ സിസ്റ്ററെ സാക്ഷ്യം പറയണം. കർത്താവ് അനേകർക്ക് സൗഖ്യമാകാൻ കേരളത്തിൽ കണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ബ്രദറെ വിളിക്കുന്നത്. കണ്ണൂര് നമുക്ക് സാക്ഷ്യം പറയാൻ സിസ്റ്ററെ. അപ്പൊ അനേകർക്ക് ഈ രോഗത്താൽ ഇരിക്കുന്നവർക്ക് സാക്ഷ്യത്തിന്റെ വഴിയായി തീരും. ഗോഡ് ബ്ലസ് യു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഹലോ ബ്രദറെ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഇന്നലെ നൈറ്റ് സൂം മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നപ്പോ എന്റെ ഈ വലത്തെ കൈയുടെ ജോയിന്റ് ആണെങ്കിൽ വേദനയായിട്ട് ഞാൻ ഇന്നലെ രാത്രി മൊത്തം ഉറങ്ങിയില്ല. അപ്പൊ എനിക്ക് വചനം പറയാനായിട്ട് വേദനയൊക്കെ ആയതുകൊണ്ട് മനസ്സിലേക്ക് വരുന്നെങ്കിലും ഞാൻ മനസ്സില് അങ്ങയുടെ തിരുമുറിവിനെ എനിക്ക് സൗഖ്യം വേണമെന്ന് പറഞ്ഞ് രാത്രി മൊത്തം പ്രാർത്ഥിച്ചു. വെളുപ്പിന് ഒരു 5:30 ആയപ്പോ ഒരു കുറവ് തന്നു. ഇന്ന് ബ്രദർ പറഞ്ഞ വലത്തുകൈയുടെ ജോയിന്റിന് വേദനയുള്ളവരെ ഞാൻ പൂർണ്ണമായിട്ട് സൗഖ്യം തന്നെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ആ വേദന വന്നില്ല. നന്ദി കർത്താവെ, അങ്ങ് സൗഖ്യം കൃപയ്ക്കെന്ന് പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ കർത്താവിന്റെ അടിപ്പിന് ഒരാൾ സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് അത് പൂർണ്ണ വിടുതലിന് നന്ദി. യേശുവിനെ ആ വേദന വരത്തില്ല കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? പറഞ്ഞു. ബ്രദറെ, ഇടത്തെ കൈക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞില്ലേ, ജോയിന്റ്? പറഞ്ഞു. പറഞ്ഞാട്ടെ, സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. ഹലോ, കേക്കത്തില്ല. പറഞ്ഞു. എനിക്ക് ക്ലിയർ അല്ല. സിസ്റ്ററെ വോളിയം കുറവാണല്ലോ സിസ്റ്ററെ. ഹെഡ്സെറ്റ് ഒന്ന് മാറ്റും. ഇല്ല എന്ന് വെച്ചാൽ വോളിയത്തിൽ പറയാം. ഒരു ദിവസം ഉണ്ട്.
ഓ നന്ദി കർത്താവ്. ഒരു സൗകര്യം പറഞ്ഞ പോലെ മാസങ്ങളായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നു. ഓയിൽമെന്റ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതായിരുന്നു, മാറ്റമില്ലായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ വന്നിട്ടേ ഇല്ല. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. ബ്രദറെ സാക്ഷിയല്ല, ഒരു അനുഭവമാണ്. കഴിഞ്ഞ അന്യഭാഷ പ്രാർത്ഥനയുടെ സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചിങ്ങനെ അക്ഷരങ്ങൾ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ വന്നു ബ്രദറെ. ഇങ്ങനെ റീഗ അങ്ങനെ എന്തോ പറഞ്ഞു, ഞാനതിങ്ങനെ ചൊല്ലി. പക്ഷേ ഒരു ഭയങ്കര ഒരു ആത്മസാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാനതിങ്ങനെ ഒരു ഡൗട്ടായി ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അന്യഭാഷ തുടർച്ചയായിട്ട് പിന്നെയും പ്രാർത്ഥിക്കുക. അപ്പൊ അന്യഭാഷയിലൂടെ വ്യാഖ്യാന വരങ്ങൾ കയറി വരുന്നതാണ്. അപ്പൊ ഇനി ഇതേപോലെ തന്നെ നമുക്ക് സിമിലർ ആയിട്ടുള്ള പേരുകളോ വാക്കുകളോ ഏതെങ്കിലും ഒക്കെ കയറി വരുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. അതൊരു രൂപമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തതയിലേക്ക് അത് വരുവാൻ ഇടയായിത്തീരും. അന്യഭാഷയുടെ വ്യാഖ്യാനം കൂടെ വരുന്നതാണ്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് അത് കൺവേർട്ട് ആകുന്നതാണ്. കൂടുതൽ അന്യഭാഷ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പദ്ധതികളെ നമുക്കത് ബ്രദറെ, മനസ്സിലാക്കുവാൻ കരുതുക. എനിക്ക് അന്യഭാഷവരം ലഭിച്ചിട്ടില്ല. ഞാന് വചനം ചൊല്ലിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരുന്നത്. പക്ഷെ ഇങ്ങനെയാണ് കണ്ടത്. അപ്പൊ ജസ്റ്റ് തുടർമാനമായിട്ട് ആ വാക്ക്, ഒരു വാക്കേ വന്നുള്ളെങ്കിൽ ആ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ കൂടെ പുതിയ പുതിയ അന്യഭാഷാ വാക്കുകളെ കർത്താവ് ചേർക്കും കേട്ടോ. താങ്ക് യു ബ്രദറെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞു ഞാൻ പറഞ്ഞു സിസ്റ്റർ. ഇന്നലെ അന്യഭാഷയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞപ്പം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബ്രദർ പറഞ്ഞു കണ്ണാടിയൊക്കെ ഊരി വെച്ചിട്ട് ഈ കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടി ഞാൻ ഈ കണ്ണാടി എനിക്ക് മൊബൈൽ ഫോണിൽ വരുന്ന കാര്യങ്ങളൊക്കെ കണ്ണാടി ഇല്ലാണ്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. ഈ പ്രാർത്ഥനാ വിഷയങ്ങളും അതുപോലെ തന്നെ ഈ ചാറ്റിങ്ങും ഒക്കെ. അത് എനിക്ക് കണ്ണിന്റെ ഒരു കാഴ്ച കൂടിയിട്ടുണ്ട്. ഓ എത്ര നാളായിട്ട് കണ്ണാടി ഉപയോഗിക്കുന്നത്? ഒരു 30 വർഷത്തിൽ കൂടുതലായി. ഞാൻ എന്തുകൊണ്ടാണ് ഇത് എല്ലാരും മുമ്പേ ചോദിക്കുന്ന അറിയാം? 30 വർഷമായിട്ട് കണ്ണാടി വെക്കുന്ന ആൾക്ക് 31-ാം വർഷത്തിൽ എന്നാ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് അറിയാവുന്ന ആരെങ്കിലും എന്ന് പറഞ്ഞ്. 30 വർഷം കണ്ണാടി വെക്കുന്ന ആൾക്കാർക്ക് 31-ാം വർഷം എന്നാ സംഭവിക്കുന്നത്? ഒന്നെങ്കിൽ പവർ കൂട്ടും, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വേറെ ഒന്നും ചെയ്യാനില്ല അല്ലെ, കണ്ണാടി വെക്കുക എന്നുള്ളത്. അപ്പൊ ഈ മൊബൈലില് ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ണാടി ഇല്ലാണ്ട് വായിക്കാൻ പറ്റി. അല്ലാത്തതൊന്നും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ഇത് സൗഖ്യം തുടങ്ങി. ഈ 30 വർഷത്തിനിടയിൽ പവർ കൂട്ടേണ്ട സ്ഥാനത്ത് ഇന്നത്തെ പ്രാർത്ഥനയിൽ ആ കാഴ്ച വർദ്ധിച്ചെങ്കിൽ ഇനി എന്നാണെന്ന് പറയാ, ഇനി പറയണം കർത്താവ് ഇനി ഇപ്പം കണ്ണാടി ഇല്ലാതെ ഇതെല്ലാം നേരത്തെ ഇത് കണ്ണാടി വെച്ചോണ്ടല്ലേ ഇത് വായിച്ചോണ്ടിരുന്നത് മൊബൈലിലെ? ഡബിൾ വിഷൻ ഒക്കെ ആയിട്ടും എനിക്ക് ശരിക്കും കാണത്തില്ലായിരുന്നു കണ്ണാടി ഇല്ലാണ്ട്. ഇപ്പൊ എനിക്ക് കണ്ണാടി ഇല്ലാണ്ട് ഈ അക്കങ്ങളൊക്കെ ഈ മൊബൈലിലുള്ളത് സ്തോത്രം. ഇത് വലിയ സാക്ഷിയ. കർത്താവ് ആ കാഴ്ച വർദ്ധിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാ ദിവസവും ഇന്ന് ഡബിൾ വിഷൻ ആയിരുന്ന ആള് കണ്ണാടി ഇല്ലാതെ കാണാൻ പറ്റാതെയാക്കി ഇത് വായിക്കാനും നോക്കാനും പറ്റുന്നെങ്കിൽ ഇനി പറഞ്ഞോണെ പൂർണ്ണമായിട്ടും ഇത് ഒന്നുമില്ലാതെ ഞാൻ കാണും. ഇതൊരു തുടക്കമാണ്. ചില സൗഖ്യങ്ങൾ നമ്മളിൽ ആരംഭിച്ച് പൂർണ്ണമാകുന്നത് കൊണ്ട് ചിലത് ഇൻസ്റ്റന്റ് സൗഖ്യമാകുന്നതുകൊണ്ടാണ് യേശു ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ കാഴ്ചയില്ലാത്ത വ്യക്തി നീ എന്ത് കാണുന്നു ജപം പറഞ്ഞു, അവൻ മനുഷ്യനെ മരങ്ങളെ പോലെ കാണുന്നു പറഞ്ഞു. അവന് വേണ്ടി പിന്നെയും യേശു പ്രാർത്ഥിച്ചു. അപ്പൊ നോക്കിക്കേ, അപ്പൊ ചില സൗഖ്യങ്ങള് ആദ്യം നടക്കുന്നില്ല, തുടങ്ങും. അപ്പൊ നിങ്ങൾ ഇതിനെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കണം. രണ്ട് രീതിയിൽ സൗഖ്യമുണ്ട്. യേശുക്രിസ്തു ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ചിലർക്ക് ഇൻസ്റ്റന്റ് ഉണ്ട്. ഇന്ന് മുതൽ പറഞ്ഞോണം, ഞാൻ പൂർണ്ണമായിട്ടും ഇന്ന് പറഞ്ഞതിന്റെ ഡബിൾ സാക്ഷി ഞാൻ പറയും കേട്ടോ. അത്ഭുതമായി തമ്പുരാൻ മാറ്റും. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നന്ദി യേശുവേ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്?
ബ്രദറെ എന്തോ ഒരു ദിവസം ഒരു സുമയുടെ 2 പെൺമക്കളുള്ള സുമ ഒരു മോനും ഉണ്ട്. അവരെ തൊടണൂന്ന് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ അത് ഏറ്റെടുത്തിരുന്നു. അപ്പൊ അവരുടെ മോൻ ഞാൻ അന്ന് പറഞ്ഞു ഡ്രഗ്സ് അഡിക്ഷൻ സെന്ററിലാണ് ആ മോൻ എന്ന് പറഞ്ഞിരുന്നു. ആ മോൻ ഇപ്പൊ പുറത്തു വന്നു. ഇന്ന് ഞങ്ങൾക്ക് അവനെ ഞങ്ങളുടെ ഭവനത്തിൽ വിളിച്ചു കൊണ്ടുവന്ന് സുവിശേഷം അവന് കൊടുക്കാനിടയായി. ഓ നന്ദി കർത്താവെ, ആലോചനയുടെ നിവൃത്തി കാണാൻ പറ്റിയല്ലോ. ആ മകനെ ദൈവം വിടിവിച്ചല്ലോ. അവനെ മുറുക്കെ പിടിച്ചോണം. അവൻ വലിയൊരു കർത്താവിന്റെ പ്രവർത്തകനായി ദൈവം അവനെ ആമേൻ മാറ്റും കേട്ടോ. ആമേൻ ആമേൻ ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു ബ്രദറെ സാക്ഷ്യം എന്തോ പറയാനുണ്ട്. പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. വെള്ളിയാഴ്ചത്തെ അന്യഭാഷയില് ഞാൻ ഒരു കുറച്ച് വൈകുന്നേരം തൊട്ടേ തുടങ്ങിയുള്ളൂ. എനിക്ക് അന്നേരം ചില പുതുഭാഷകളൊക്കെ എന്റെ നാവിന്മേൽ ദൈവം തന്നു. ആമേൻ. നന്ദി കർത്താവ്. എനിക്കും പുതിയ അന്യഭാഷ വാക്കുകളെ കർത്താവ് അന്യഭാഷയിൽ ലഭിക്കാൻ ഇടയായി തീർന്നു. അപ്പൊ പുതിയ ഭാഷയുടെ വലിയൊരു വഴിത്തിരിവിലേക്ക് എനിക്കും ലഭിച്ചു. അപ്പോൾ ഒത്തിരി പേർക്ക് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക, അന്യഭാഷയിൽ അപ്ഡേഷനുകൾ സംഭവിക്കും. അന്യഭാഷയുടെ തലങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ആത്മമണ്ഡലങ്ങൾ തുറക്കുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമുക്ക് റീച്ച് ചെയ്യുവാൻ കഴിയും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനിയും പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? എന്തോ പറഞ്ഞു. എന്റെ പിതാവിന്റെ പേരും കൃഷ്ണൻകുട്ടി എന്നാണ്. ഏറ്റെടുത്ത സിസ്റ്ററെ, ഒരേ ആലോചന ഒരേപോലെ വരുന്നത് ഏറ്റെടുത്തോണം. ദൈവം സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഈ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആ കുടുംബത്തിന്റെ അകത്ത് ഏപ്രിൽ മാസത്തിൽ ജനിച്ച ആരെങ്കിലും ഉണ്ടോ? ഏപ്രിൽ മാസത്തിലുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണേ. ദൈവം വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്ന ആ വ്യക്തിയെ തൊട്ട് ദൈവത്തിന്റെ പ്രവർത്തിക്കായിട്ട് വേർതിരിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. നന്ദി കർത്താവ്. അനാവശ്യമായിട്ട് സംസാരിക്കരുതേ. കൃഷ്ണൻകുട്ടി ആ പറഞ്ഞു ഹലോ, പറഞ്ഞു. നമ്മുടെ കുട്ടികളെ ഒന്ന് 3-ാം ക്ലാസ് പഠിക്കുന്ന 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ കഴിഞ്ഞ എക്സാമിൽ കുട്ടികൾ മാർക്കൊന്നും ഇല്ലാണ്ട് പുറകോട്ടായിരുന്നേ. അപ്പൊ TV മൊബൈലൊക്കെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എത്രയൊക്കെ രൂപ കൊടുത്തിട്ടല്ലേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ. അപ്പൊ നല്ലോണം പഠിത്തത്തിൽ ശ്രദ്ധിക്കണം. പഠിച്ച് വ്യക്തമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ TV കണ്ടാലും മൊബൈൽ കണ്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. ബ്രദർ, ഇപ്രാവശ്യം എക്സാമിൽ 2 പേർക്ക് എല്ലാവരുടെയും ഫുൾ A+ കിട്ടി, ബാഡ്ജും കിട്ടി. ദൈവം വലിയൊരു അനുഗ്രഹമാണ് തന്നത്. ഇനി ഒരു സാക്ഷ്യം പറയാനുണ്ട്. നമ്മുടെ വീട് പണി നടന്നുകൊണ്ടേയിരിക്കുന്നതും ദൈവത്തിന്റെ അത്ഭുത പ്രവചനത്തിൽ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എന്നും മുടങ്ങാണ്ട് ആ പണി തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. എത്രയോ പ്രാവശ്യം നടക്കേണ്ടതാണ്, നടന്നില്ല. ദൈവത്തിന് ദുരിതരണം നന്ദി പറഞ്ഞു. ദുരിതന്റെ ആ പ്രവചനത്തിലാണ് അവിടെ ഉൾപ്പെട്ടത്. ദൈവാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് ഈ അനുഗ്രഹം തോന്നുന്നു. അതുപോലെ തന്നെയാണ് അവിടെ പണിക്കാരുള്ളതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന വീട് തറവാട് 2 ഭാഗം ചുമര് തേച്ചിട്ടില്ല. അത് തേക്കും വേണം. അപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന ഒരു സൈഡ് ഷീറ്റാണ്, റഫായിട്ടിട്ടതാണ്. അപ്പൊ മഴ കൊണ്ട് ചോർന്നു പോകണം. അപ്പൊ പ്രാർത്ഥിച്ചു, ദൈവമേ ഷീറ്റ് ഇടാനുള്ള വഴി ഒന്ന് തുറന്നു തരണേ, പാത്രങ്ങളൊക്കെ വെക്കണം ശക്തമായ മഴ വന്നാൽ. അപ്പൊ ഇന്നലെ മോനെ ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്ന ഷീറ്റ് ഇടുന്ന കാവ് എടുത്തിട്ടൊക്കെ പോയി. കൂലിപ്പണി മാത്രം 13,000 ആവും പറഞ്ഞു. പിന്നെ ഷീറ്റിന് 10,000 പറഞ്ഞു. ഇതിന് മുകളിൽ ടാങ്കും വെക്കണം. 28 വർഷമായി ഈ വീട് പണിതിട്ട്. പക്ഷെ മുകളിൽ ആൾമാറ ചുമരൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. തറവാടല്ലേ, എല്ലാവർക്കും ഷെയറും കൊടുക്കണം. അതൊന്നും സാധിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അതിന് പിന്നെ പുറമെ പോരാണ്ട് എല്ലാം ഇറങ്ങാണ്ട് നടക്കുമ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു മോനോട്, അപ്പൊ ഈ ചുമരൊന്നും തേക്കണോടെ കാരണം അവിടെ നമ്മളെ വീട് പണി നടക്കുന്നുണ്ടല്ലോ, അപ്പൊ അവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഇതും തേക്കണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് പൈസ വേണ്ട ചോദിച്ചു. അതൊക്കെ നടക്കും രാജീവ് എന്ന് പറഞ്ഞു. ഞാൻ വലിയൊരു അനുഗ്രഹമാണ് അവിടെ ദൈവം തന്ന മുടങ്ങാണ്ട് നടക്കും. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് ആലോചന പ്രകാരം ഭവനം പണി തുടങ്ങിയതാണ്. അത് നിന്ന് പോകത്തില്ല. ദൈവാത്മാവ് നടത്തും. ബൈബിൾ പറഞ്ഞ പോലെ യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കും എന്ന് പറയുന്നത് പോലെ കർത്താവിന്റെ സാക്ഷിയാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞു ബ്രദർ, ഇപ്പോ ഇന്ന് ബ്രദർ പറഞ്ഞ ആലോചനയില് സാബു ജോൺ പറഞ്ഞു. സാബു എന്റെ നീസിന്റെ ഭർത്താവാണ്. ഭർത്താവിന്റെ അപ്പനാണ് ജോൺ. അദ്ദേഹത്തിന് പോസ്ട്രേറ്റ് ക്യാൻസർ ആയിട്ട് മരുന്ന് ട്രീറ്റ്മെന്റ് നടക്കുന്ന വ്യക്തിയാണ്. ഞാനത് ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റുന്ന സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു എന്തോ കേൾക്കുന്നുണ്ട് സിസ്റ്റർ.
സിസ്റ്റർ ക്ലിയർ അല്ല, നെറ്റ്വർക്ക് ക്ലിയർ അല്ലല്ലോ. ബ്രദറെ, ക്ലിയർ അല്ല, എനിക്കൊരു സാക്ഷ്യം പറയാം. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഫെബ്രുവരി 15-ാം തീയതി ബ്രദർ ഒരു ബിൻസി എന്ന മകളെ ദൈവം തൊടുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബിൻസി എന്ന് പറയുന്ന എൻ്റെ സഹോദരിയുടെ മോളാണ്. 17 വർഷമായിട്ട് നഴ്സിംഗ് പഠിച്ചിട്ട് ജോലിയൊന്നും കിട്ടാതിരിക്കുമായിരുന്നു. ഇപ്പം ഷാർജയുടെ പ്രദേശത്ത് ചെറുതാണെങ്കിലും ഒരു ജോലി അവൾക്ക് ലഭിക്കാൻ ദൈവം സഹായിച്ചു. ബ്രദറിന്റെ ഈ പ്രാർത്ഥനയിൽ കയറിയ പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നന്ദി കർത്താവ്. അത് പറഞ്ഞു. മൈക്ക് മൂട്ട എനിക്ക് സാക്ഷി ഫ്രണ്ടിന് ദോഹയുടെ പ്രദേശത്ത് വെച്ച് ഇങ്ങനെ ആണെന്ന് അറിഞ്ഞു. ഇപ്പം ഓപ്പറേഷനൊക്കെ ചെയ്തു. ക്യാൻസറിന്റെ ഒരു അസുഖമില്ല. പുള്ളി തിരികെ ജോലിക്ക് പ്രവേശിച്ചു. അതൊരു സാക്ഷ്യമാണ്. പിന്നെ എൻ്റെ മകൾ BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് പരീക്ഷയായിരുന്നു. അപ്പോൾ ഹെൽപ്പിന് കഴിഞ്ഞ പരീക്ഷ ഓരോരുത്തർ കൊടുക്കുവാൻ അവളുടെ വന്നപ്പോഴത്തേക്ക് ഹെൽപ്പിന് ആദ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവളിങ്ങനെ വിഷമത്തോടെ എനിക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു, മോനെ, നീ മനുഷ്യനിലെ നമ്മുടെ യേശുപ്പച്ചൻ നമ്മളോട് പറഞ്ഞിട്ടില്ലേ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ അവൾക്ക് ഹെൽപ്പിന് ആളിനെ കൊടുത്തു. അങ്ങനെ ഒരു സാക്ഷ്യമുണ്ട്. പിന്നെ ഇന്നലെയാണെങ്കിൽ മോളുടെ യൂണിഫോം ആരോ എടുത്തുകൊണ്ട് പോയെന്നും പറഞ്ഞുകൊണ്ട് അവള് ഭയങ്കര സങ്കടത്തിൽ എന്നെ വിളിച്ചു. അന്നേരവും ഞാൻ പറഞ്ഞു, മോൻ പ്രാർത്ഥിയത് അതാരന്നേലും എടുത്തോണ്ട് പോയവര് തിരികെ കൊണ്ടുതരുമെന്ന്. ഇന്ന് രാവിലെ മോളം പോകാൻ ഒരുങ്ങിയപ്പം അടുത്ത റൂമിൽ താമസിക്കുന്ന ഒരു കുഞ്ഞു കൊണ്ടുവന്ന് ഞാൻ അറിയാതെ എടുത്തോണ്ട് പോയതാണെന്നും പറഞ്ഞ് അതും എടുത്തു കൊടുത്തു. ഇതൊക്കെ ഒരു ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബ്രദറിന്റെ പ്രാർത്ഥനയിൽ കയറിയത് മൂലം അനേകം വിഷയങ്ങൾ എനിക്ക് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം ബ്രദറിന്റെ പ്രാർത്ഥനയിലും എല്ലാം പങ്കാളിയാകുവാൻ സാധിക്കുന്നതിലും ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞത് വലിയൊരു കാര്യമാണ്. കാരണം 17 വർഷമായിട്ട് നേഴ്സിംഗ് പഠിച്ചിട്ട് ജോലിക്ക് പോകാൻ കഴിയാത്തൊരു വ്യക്തിക്ക് 17 വർഷത്തിന് ശേഷം ജോലി ലഭിച്ചു. അത് നിസ്സാര കാര്യമല്ല. ആ മകളുടെ നന്മയെ മുടക്കി വെച്ച, അതാണ് ആ പ്രവചനത്തിലൂടെ ആ മകളുടെ വിഷയത്തെയും കാര്യങ്ങളെയും കർത്താവ് വെളിപ്പെടുത്തി ആ മകൾ തടസ്സപ്പെട്ട് കിടക്കുക. എന്നാലും 17 വർഷമായിട്ട് ഒരു നേഴ്സ് ജോലി ചെയ്യാതിരിക്കാൻ കഴിയാത്ത രീതിയിൽ തടസ്സപ്പെട്ട് കിടന്ന നന്മ കാണിക്കാതെ മാറ്റിവെച്ചതിനെയാണ് തമ്പുരാൻ തൊട്ടത്. ദൈവം ചെയ്ത എല്ലാ അത്ഭുതത്തിനും നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനി അനേകർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളാൽ ആലോചനകളാൽ നിറയ്ക്കും. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. ഹലോ ബ്രദർ, എന്തോ ഞാനെനിക്ക് കുറച്ച് എന്റെ കൃപയാലെ 3-4 മാസമായിട്ട് എനിക്ക് അന്യഭാഷയുടെ കുറേശ്ശെ കിട്ടുന്നുണ്ടായിരുന്നു. അത് ആ ഭാഷ അങ്ങോട്ട് മാറിയിട്ട് ഇപ്പൊ വേറൊരു എന്തോ ഒരു ലാംഗ്വേജ് എന്തോ ആണെന്ന് ഒന്നും മനസ്സിലാകത്തില്ല. അതേപോലെ ശക്തമായ രീതിക്ക് എന്നിലേക്ക് അത് വന്നിരിക്കുന്നു ബ്രദറെ. തീർച്ചയായിട്ടും അന്യഭാഷ ഇല്ലാതിരുന്നു എനിക്ക്. ആമേൻ. അത് കൂടുതൽ ജ്വലിപ്പിച്ചോണം. പുതിയ ഭാഷാവരങ്ങൾ നമ്മളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ കാരണം നമ്മുടെ ആത്മ മനുഷ്യന് ശക്തിപ്പെടുകയാണ്. അങ്ങനെ ശക്തിപ്പെടുമ്പോൾ നമ്മുടെ വിഷയങ്ങളുടെ മേൽ വേഗത്തിൽ ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ ഇടയായിത്തീരും. അന്യഭാഷയിൽ കൂടുതൽ പ്രാർത്ഥിക്കുക, ആ വാക്കുകളിൽ കൂടുതൽ പ്രാർത്ഥിക്കുക. ദൈവം സാക്ഷിയാക്കി മാറ്റും. ആമേൻ. ഗോഡ് ബ്ലസ് യു. ബ്രദർ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞത് ബ്രദർ, ഞാൻ കുറെ ദിവസം ഈ അന്യഭാഷ പ്രാർത്ഥനയിൽ കയറുമ്പോൾ എനിക്ക് ഒറ്റ വാക്കേ കിട്ടുന്നുണ്ട്. ഈ റീബ ഇങ്ങനെ ഒരു വാക്കേ വരാം. അപ്പൊ ഞാനത് മനഃപൂർവ്വം പറയാതെ മാറ്റി വെച്ചിരുന്നു. അപ്പൊ ഇന്നലത്തെ പ്രാർത്ഥനയിൽ എനിക്ക് കണ്ടിന്യൂ ആയിട്ട് വേറെ കുറെ ഭാഷകൾ വന്നു. അപ്പൊ അപ്പോഴും ഈ റീബ എന്നൊരു വാക്കിനെ വരുമാനം. അപ്പൊ ഇപ്പൊ ഈ ഒരു സഹോദരി കുറച്ച് സാക്ഷ്യം പറഞ്ഞപ്പോൾ അയ്യോ ദൈവമേ, ഞാൻ തെറ്റായി പോയല്ലോ എന്ന് പറയാൻ കാരണം എഴുതി കാണിക്കുമ്പോൾ ഒരു അക്ഷരം കാണിക്കുന്നു എന്ന് റീബ അങ്ങനെ കാണിക്കുന്ന ഒരു സഹോദരി പറഞ്ഞിരുന്നു. അപ്പൊ എനിക്കത് ഒരു കുറ്റബോധം തോന്നിയതാണ് ഞാൻ ഇപ്പൊ പറയാൻ വിളിച്ചത്.
വേറെ അന്യഭാഷ നമ്മൾ പറയുമ്പോൾ അത് വേറെ എന്ത് നമുക്കത് അറിയാത്ത ഭാഷ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, അത് ഓർഡറിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. അപ്പൊ ഇനിയും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പല വിഷയങ്ങളും വലിയ അത്ഭുതമായിട്ട് മാറ്റുവാൻ നമ്മളെ സഹായിക്കുന്ന പ്രാർത്ഥനയാണ് അന്യഭാഷ പ്രാർത്ഥന കേട്ടോ. ഇനി കൂടുതൽ ആ വാക്കുകൾ ഉപയോഗിച്ച് പറയുക, ദൈവം സാക്ഷിയാക്കി മാറ്റും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ, വൻ കൃപകളാൽ ദൈവം നിറയ്ക്കുന്നല്ലോ, വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ